ഹലോ, ഇന്ന് കനകത്തൂർ ശ്രീ ഭഗവതി കുറുമ്പ ഭഗവതി കാവിലേക്കാണ് കേട്ടോ. ഇവിടെ പണി നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ക്ഷേത്രം പുനരുദ്ധാരണം ചെയ്യാണ്. അപ്പോൾ ഒരുപാട് നാളുകളായി ഇവിടെ ഇങ്ങനെ ഈ പണി തുടങ്ങിക്കൊണ്ടേയിരിക്കണു. പിന്നെ ആലിൻ്റെ ചുറ്റോറുള്ള തറയെല്ലാം കെട്ടി അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇത് അന്നദാനത്തിന് വേണ്ടിയിട്ട് അരിയും പൈസ കൊടുക്കുന്നവർക്ക് പൈസ കൊടുക്കാം, അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിരിക്കുകയാണ്. പിന്നെ ഏകദേശം ഇവിടെ ഒരു വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ ഒരു 12:30 ആകുമ്പോഴത്തേക്കൊക്കെ ഏകദേശമൊക്കെ അടയ്ക്കാറുണ്ട്. അപ്പോൾ നമ്മൾ തൊഴുത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒന്ന് ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് വന്നിട്ട് അപ്പോൾ അടച്ചു കേട്ടോ അപ്പോഴത്തേക്കും. പിന്നെ ഇവിടെ എല്ലാ ദൈവങ്ങളും ഉണ്ട്, ശ്രീരാമൻ, പിന്നെ ഹനുമാൻ, അങ്ങനെ എല്ലാം ഉണ്ട്. ഇതിപ്പോൾ ഭഗവതി ആയിരുന്നു നമ്മൾ ഫസ്റ്റ് തൊഴുതത്. പിന്നെ ഇത് ശ്രീരാമൻ്റെ ആണ് കേട്ടോ. ശ്രീരാമൻ്റെ നേരെ മുന്നിലാണ് നമ്മുടെ ഹനുമാൻ സ്വാമി ഇരിക്കുന്നത്. അപ്പോൾ ഭയങ്കര ഇവിടെ എല്ലാ ദൈവങ്ങളും ഉണ്ട്. പിന്നെ ഇന്ന് ഒരു കാടാണ്. ഈ കാടും പ്രകൃതി ഭംഗിയും ആസ്വദിക്കാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. ഇത് നാഗത്തിൻ്റെ തറയാണ് കേട്ടോ. അവിടുത്തെ മരങ്ങളൊക്കെ കണ്ടില്ലേ, ഒരുപാട് മരങ്ങളെല്ലാം കൂടിയിട്ടുള്ള ഒരു ഇതാണ്. പിന്നെ ഇവിടെ മറ്റേ പാലയുണ്ട്, പിന്നെ ഈ ആല്, പാല, അങ്ങനെയുള്ള മരങ്ങളെല്ലാം ഒരുമിച്ചാണ് ഇതിൽ നിൽക്കുന്നത്. നമ്മൾ വെള്ള പാല പറയില്ലേ, ആ പാലയാണിത് കേട്ടോ. അവിടെ എല്ലാ ഭാഗങ്ങളിലും ഈ പാല തന്നെയാണ് കൂടുതൽ കാണുന്നത്. പിന്നെ മരങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കൂട്ടായിട്ടുള്ള ഒരു തരം വള്ളി മരത്തിൽ ചുറ്റിയിട്ടുള്ള അങ്ങനത്തെ ഒരു ഇതാണ് കാണുന്നത്. അതിനുശേഷം വീണ്ടും വേറൊരു ഭാഗത്ത് ഇത് വലിയൊരു പറമ്പിൻ്റെ ഉള്ളിൽ ഒരുപാട് സ്ഥലമുണ്ട്, ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. അതിൻ്റെ ഉള്ളിലാണ് ഈ അമ്പലം വന്ന് സ്ഥിതി ചെയ്യണത്. പിന്നെ ഇതൊരു മുരുകനൊക്കെയാണ് കേട്ടോ. അത് ഞാൻ പറഞ്ഞതിൽ എല്ലാ ദൈവങ്ങളും ഉണ്ട് ഇവിടെ. ഗുരുക്കളായാലും മുരുകനായാലും അങ്ങനെ എല്ലാ ദൈവങ്ങളും ഉണ്ട്. ഇവിടെ ഒരു കിണറുണ്ട്. പിന്നെ ഇവിടെ നിറയെ ഇത് കണ്ടില്ലേ, മരങ്ങൾ, ഇങ്ങനെ കാടും, ഈ പ്രകൃതിയിലത്തെ ആ ഒരു ഭംഗി അതന്നെ കാണാൻ വളരെയധികം മനോഹരമാണ്. ഇത് കാണാൻ വേണ്ടിയിട്ട് കൂട്ടായിട്ടുള്ള മരങ്ങളും എല്ലാ മരങ്ങളും ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഭഗവാന് പ്രസാദം കൊടുക്കാനുള്ള വാഴല വരെ അവിടെയുണ്ട്. പിന്നെ തൊഴുതിട്ട് കുറേ ആൾക്കാർ തൊഴാൻ വരുന്നുണ്ട്. വെള്ളിയും ചൊവ്വയ്ക്കാണ് ഇവിടുത്തെ പ്രധാനം. മരങ്ങളുടെ ഭംഗിയും കണ്ടിട്ടും കുറേ മരങ്ങൾ ഇങ്ങനെ വള്ളിയായിട്ട് കൂടി നിൽക്കുന്നത് കാണുമ്പോഴാണ് എനിക്ക് ഭയങ്കര അതൊരു പ്രത്യേകത തോന്നി. അതുകൊണ്ടാണ് ഈ മരങ്ങൾ തന്നെ ഞാനിങ്ങനെ എടുക്കണത് കേട്ടോ. പിന്നെ ഇവിടെ എന്ന് പറയുന്നത് ഇവിടെ മുരുകനുണ്ട്, പിന്നെ ഗുരുസ്ഥാനമുണ്ട്, പിന്നെ നാഗത്തിൻ്റെ ഉണ്ട് ഈ ഒരു ഭാഗത്ത്. ഇതും ഇതുപോലെ തന്നെ ഇതൊരു ഭാഗത്ത് ഇത് നാഗത്തിൻ്റെ ആയതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ടുള്ളത്, ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല. പിന്നെ ഇവിടെ ഗുരുവിൻ്റെ സ്ഥാനവും പിന്നെ എന്താ പറയുക, ഇവിടെ അത്യാവശ്യം ചെറിയ വിളക്കിലൊക്കെ നെയ്വിളക്കൊക്കെ ഇവിടെ വയ്ക്കാൻ പറ്റും കേട്ടോ. ബാക്കിയുള്ള ദിക്കിലൊക്കെ അടച്ചിരിക്കുകയാണ്. നെയ്വിളക്കൊക്കെ ഇവിടെ ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഭയങ്കര അതിവിശിഷ്ടമായ ഒരു അമ്പലം എന്ന് പറഞ്ഞാൽ പറയാം. ഇത് പ്രസാദകൂട്ടിൻ്റെ സ്ഥലമാണ്. വളരെ നല്ല അടിപൊളി ഭക്ഷണമാണ് ഇവിടെ ഉള്ളത്. നമ്മൾ പോകുമ്പോഴത്തേക്കും ഏകദേശം ആൾക്കാരൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോയി. അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ ഇവിടുത്തെ ഭക്ഷണത്തിൻ്റെ ഒക്കെ ഒന്ന് നമുക്ക് വീഡിയോ എടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നടന്നു വരുന്നതാണ് കേട്ടോ. നല്ല അടിപൊളി, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അവിടെ എന്തൊക്കെയാണ് നമ്മൾ ഭക്ഷണം കഴിച്ചതെന്നൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഭക്ഷണത്തിൻ്റെ അവിടെയൊക്കെ ഭയങ്കര തിരക്കുണ്ട്. പിന്നെ പ്ലേറ്റിലാണ് ഇവിടുത്തെ ഭക്ഷണം. പിന്നെ മേശയൊക്കെ ഉണ്ട്. പിന്നെ ഭക്ഷണം കഴിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യൂ നിന്നാലും വേഗം ഭക്ഷണം കഴിച്ചു പോകുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു അച്ചാറ്, പിന്നെ ഒരു പച്ചടി, ഇതൊരു നാരങ്ങേൻ്റെ ഒരു തരം നാരങ്ങ ഉണ്ടല്ലോ, ആ നാരങ്ങയുടെ അച്ചാറാണ് കേട്ടോ. പിന്നെ ആവശ്യാനുസരണം ചോറ് കൊടുക്കുന്നുണ്ട്. ഭക്ഷണം അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിലൊരു നല്ല ടേസ്റ്റുള്ളൊരു പരിപ്പ് കറിയാണ്, ലേശം പുളിപ്പും അങ്ങനെയൊക്കെ ആയിട്ട്, പിന്നെ പായസം. ഇതെല്ലാം ആ വിളമ്പുന്ന രീതി തന്നെ ഒരു പ്രത്യേകതയാണ്. നടുക്ക് പായസം, അപ്പുറത്തും ഇപ്പുറത്തും അച്ചാറും ഒരു മോരുകറിയും. പിന്നെ ഇവിടെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞു ഞങ്ങളിങ്ങനെ ഇവിടെ വന്നിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇവിടെ വന്ന് തൊഴുതിട്ട് പോകും കേട്ടോ. വളരെയധികം നല്ല മനോഹരമായ ഒരു അമ്പലമാണ്.